ശില്പ പഠിക്കണോ മോളെ? കയറുക. ഞങ്ങക്ക് വരാമോ? കയറുക. ഇതാണ് കേട്ടോ മോളുടെ റൂം. ഇത് മോളുടെ റൂംമേറ്റ്സ്. ഇത് ശില്പ, ഇത് ധന്യ. ശില്പ കോഴിക്കോട് നിന്നാണ്, ധന്യ കാസർഗോഡ്. മാഡം ഇത് പോളോബ്രിക്സ് ഒന്നും അല്ലല്ലോ അല്ലേ? എന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല ഉറപ്പുണ്ടോന്നറിയാം. പിന്നെ ഉറപ്പിക്കണ്ടേ? കോഴിക്കോട് തന്നെയാണ് വീടെങ്കിൽ പിന്നെ മോൾ എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണേ? എന്നാലേ ഹൈബ്രിഡ് ലേണിംഗിന്റെ ഗുണം കിട്ടുള്ളൂ ആൻറ്റി. അത് അവൾ തന്നെ ചൂസ് ചെയ്താ ഹോസ്റ്റലിൽ ഒന്ന് പഠിക്കാൻ. ഇവർക്ക് സൈലത്തെ പറ്റി നല്ല പരിചയമാണ്. ഇവിടെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ശില്പിക്ക് 410 മാർക്ക് ഉണ്ടായിരുന്നു, ധന്യക്ക് 405 അല്ലേ? കുറച്ചുകൂടെ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു സാർ. അതെങ്ങനെ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 610 ആയിരുന്നു കട്ട് ഓഫ്. നീറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർക്ക് സൈലത്തിൽ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും ഒക്കെ ഫ്രീ ആണ്. കഴിഞ്ഞ വർഷം അങ്ങനെ പഠിച്ച 45 കുട്ടികൾക്കാണ് ഇവിടുന്ന് MBBSന് അഡ്മിഷൻ കിട്ടിയത്. അത് ശരി. അവരുടെയൊക്കെ കോണ്ടാക്ട് നമ്പർ ഒന്ന് കിട്ടോ? കോണ്ടാക്ട് നമ്പർ എന്തിനാ സാർ? ഇൻഷുറൻസ് ഏജന്റാ. അയ്യോ അതിനല്ല, വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. ഈ സൈലത്തെ പറ്റി അറിയാൻ നമ്മളൊരു ഇത്തിരി വൈകിപ്പോയല്ലേ അച്ഛാ? ഇനിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനിയൊന്നുമില്ല മാം, മോൾ ഇവിടെ ഞങ്ങളുടെ കയ്യിൽ സേഫ് ആട്ടോ. നമ്മളെ ടെറസും ബാത്റൂം ഒന്നും കണ്ടില്ല. നമ്മൾ ബിൽഡിംഗ് വാങ്ങിക്കാൻ വന്നാണ് ഇവിടെ. എന്താ സാർ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയ്യോ ഇല്ല, അത് വൈകിയ ലേറ്റാവും. ശരി പഠിക്കട്ടോ, നാളെ എക്സാം അല്ലേ? ഹോസ്റ്റലൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. സാധനങ്ങളൊക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് കേട്ടോ. ഇനി കുറെ കാണാനില്ലേ? ശേഷം പോകാം സാർ. ഓ മാഡം, എന്താ സാർ? നിങ്ങളൊരു കാര്യം മറന്നു. എന്താ മറന്നു? അപ്പോൾ ഓർമ്മയില്ല. ഒരു ഏജന്റ് അടുത്ത് പോയി പോളിസി ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി മോഹിപ്പിച്ചിട്ട് അവസാനം വേറൊരാളുടെ നിന്ന് പോളിസി എടുത്ത് പറ്റിക്കുന്ന പോലെ തന്നെ പറ്റിക്കുന്ന വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് മനസ്സിലായില്ല സാർ. മോശമായി. എന്താ